75ാം വാർഷികം നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കുമ്പോൾ ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് കുറച്ച് ദിവസങ്ങളായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിനെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ വീണ്ടും വീണ്ടും പങ്കാളിയാകുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കൂടി നിങ്ങളുടെ എല്ലാവരെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഏറെ അർത്ഥപൂർണമായി സംഘടിപ്പിക്കുവാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കുമ്പോൾ ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് കുറച്ച് ദിവസങ്ങളായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഒരു പുതിയതായ ഗ്രൂപ്പ് തന്നെ രൂപീകരിച്ചു. നമ്മൾ ഏതായാലും ഈ സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും ആ ഗ്രൂപ്പിൽ വ്യക്തമാക്കി നമ്മളെ മാറ്റി. എല്ലാ ദിവസവും കാണുമ്പോൾ പലരും പലരുടെ അനുഭവങ്ങളും അതിലൂടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റമാണ്. എല്ലാവരെയും ഒരുമിച്ച് കാണാനും അതുപോലെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയാവുന്ന ഒന്നായി നമ്മുടെ ഈ യൂബിലി ആഘോഷം മാറിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ സ്കൂളുമായി അല്ലാതെ മറ്റു പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിലേക്ക് ഇപ്പോ ഉണ്ടായിട്ടുള്ള ഇനിയും തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അയച്ചുകൊണ്ടിരുന്നതും അവസാനം.
പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, ബഹുമാനപ്പെട്ട MLA അധ്യക്ഷൻ, മറ്റു വേദിയിലും സദസ്സിലും വയ്ക്കുന്ന പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, വളരെ ആഘോഷം, നമ്മുടെ സ്കൂളിൻ്റെ 75ാം ആഘോഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട ഏലിയാസ് സാറിൻ്റെയും KPSC കടയൊക്കെ നേതൃത്വത്തിൽ വളരെ വിപുലമായ ഒരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു. നമ്മുടെ നാട്ടിലെ ഫെസ്റ്റിവലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുമെല്ലാം, ഈ സ്കൂളിൻ്റെ ആഘോഷവുമെല്ലാം നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നുള്ള ആളുകളെല്ലാം എത്തിച്ചേരാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ്. നമ്മുടെ സ്കൂളിനെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ വീണ്ടും വീണ്ടും പങ്കാളിയാകുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കൂടി നിങ്ങളുടെ എല്ലാവരെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളുടെ ഇടപെടലുകൾ കൃത്യമായി ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് ഭാവിയിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഗൗരവമായി ഇടപെടൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. +2മായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ ഒരു ഏറ്റവും വലിയ ആവശ്യമാണ്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടായി ഒട്ടേറെ പ്രാവശ്യം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ തടസ്സങ്ങളൊക്കെ മാറട്ടെ. നമുക്ക് സ്കൂളിന്, നമ്മുടെ നാടിന്, ഗവൺമെൻറ് സ്കൂളിന് ഒരു +2 അനുവദിക്കുന്ന കാലം വിദൂരമല്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം ആലോചിച്ചതുള്ള പദ്ധതി കൂടിയാണ്. നമ്മുടെ ഫ്ലഡ് ലൈറ്റ്, നമ്മുടെ ഗ്രൗണ്ടിൽ ഒരു ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കണം. നമ്മുടെ നാട്ടിൽ രാത്രി കാലങ്ങളിലൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സൗകര്യവും ഒക്കെ ഒരുക്കുന്നതിനുള്ള ഒരു ആലോചന കൂടി നമ്മൾ വെച്ചിരുന്നു. അപ്പോൾ ഈ പുതിയ പദ്ധതിയിലൂടെയൊക്കെ അത് നടപ്പിലാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ സ്കൂളിൻ്റെ വാർഷികത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പദ്ധതി, ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ മികവുറ്റ രീതിയിൽ സംഘടിപ്പിച്ച ഇതിൻ്റെ പിന്നണിയിൽ പറിച്ച ഒട്ടേറെ ആളുകൾ, പ്രിയപ്പെട്ട ഇവരുടെ നേതൃത്വത്തിൽ ഒട്ടേറെ ആളുകൾ ദിനംപ്രതി കാണുന്നതാണ്. അവരുടെ ആത്മാർത്ഥമായ സേവനത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഈ ഓർമ്മച്ചപ്പിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. സന്തോഷം. താങ്ക് യു.
ആകെ ചുറ്റുനകത്തിലും എത്തനകത്തിരു കത്തനമൈത്തിരും ഇത്തരുമത്തിരു മുത്തുനബിയും ജന്മദിനൂർ മുഹമ്മദ് റാഹിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കുളി മുക്കിയ മക്കനകക്കത് ചിക്ക ഹബീബുല്ലാ ആകെ ചുറ്റുനകത്തിലും എത്തനകത്തിരു കത്തനമൈത്തിരും ഇത്തരുമത്തിരു മുത്തുനബിയുള്ള ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കുളി മുക്കിയ മക്കനകക്കത് ചിക്ക ഹബീബുല്ലാ മകമതിയില്ലാതും നബിനല്ല പടച്ചാനേ ഹരി ഹവ്വ ബീവി രണ്ടാളും ഒരുമിച്ചാനേ ഏകപഴം തിന്നറയോനറിയിച്ചാനേ എന്നെ പിറകെ മല്ലൂന വിടന്നു ചതിച്ചാനേ വന്നത്ത് തിന്നത്ത് എന്താണിപ്പോഴും നിങ്ങളെടുത്ത് തിന്നാത്ത് ചെന്നാത്ത് തന്നിലുള്ള കനിയൊക്കെ ഈലും മികജാതയാണിത് നാദര യുമയാതുറ പടികാതെ എന്ന് പാടി അമ്മുശീലവരാടി ചെന്നുപഴം പറിച്ചോടി വന്നു മുറിച്ചത് കൂടി ഇന്നവർ തങ്ങളെ ചങ്കിലുരുങ്കയും മങ്കയലുങ്കി വിളങ്കി വീശുങ്കയും ആകെ ചുറ്റുലകത്തിരും എത്തനകത്തിരു കത്തനമൈത്തിരു പിത്തരുമത്തിരു മുത്തുനബിയും ജന്മദിനൂർ മുഹമ്മദ് റാഹിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കുളി മുക്കിയ മക്കനകക്കത് ചിക്ക ഹബീബുല്ലാ സാരം വിടുത്തി അത്തരമത്തിരെ കത്തനരൂടാലെ രണ്ടൊരു തമ്മിൽ കണ്ടറിവാൻ സാധിപ്പിച്ചില്ല വെച്ചു കളിച്ചു കടച്ചു മുഷിച്ചു കരച്ചിലു വെച്ചൊരു മുച്ചു സുഖത്താലേ സാരം വിടുത്തി അത്തരമത്തിരെ കത്തനരൂടാലെ രണ്ടൊരു തമ്മിൽ കണ്ടറിവാനും സാധിപ്പിച്ചില്ല വെച്ചു കളിച്ചു കടച്ചു മുഷിച്ചു കരച്ചിലു വെച്ചൊരു മുച്ചു സുഖത്താലേ മക്കവിന്നു നടത്താനേ ദേവി പുരുഷരും സന്തോഷിച്ചു കൊടുത്താനേ പരം കനി മക്കൾ അമ്പിയക്കൾ തീർത്താനേ ഫളിൽ നബിയൊളി വയ്യൂരിൽ പകർത്താനേ കക്കാണേ ചിക്കാണേ അബ്ദുല്ലാബിന് യാഷിം എന്ന വിളക്കാണേ ചിക്കാണേ മുഞ്ചുമുഖത്തുള്ളിലെങ്കി മകൾ പുത കണ്ടുതാരികൾ വിണ്ടുപോകത് കൊണ്ടുവൻപുതിവൂ സുന്ദരിലാകിയ ശോഭി തന്നു വയസ്സുള്ള ദേവി കൊണ്ടരുളാമിന ബീവി പൊൻകിളി മങ്കയും തങ്കി വിളങ്കിയും തിങ്കി ചെങ്കതിരങ്കി വിളങ്കിയും ആകെ ചുറ്റുലകത്തിലും എത്തനകത്തിരു കത്തനമൈത്തിരു ഇത്തരുമത്തിരു മുത്തുനബിയുള്ള ജന്മദിനൂർ മുഹമ്മദ് റാഹിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കുളി മക്കനകക്കത് ചിക്ക ഹബീബുല്ലാ ആകെ ചുറ്റുലകത്തിരും എത്തനകത്തിരു കത്തനമൈത്തിരു ഇത്തരുമത്തിരു മുത്തുനബിയുള്ള ജന്മദിനൂർ മുഹമ്മദ് റാഹിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കുളി മുക്കിയ മക്കനകക്കത് ചിക്ക ഹബീബുല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിശ്രമത്താൽ ഇന്ന് അവിസ്മരണീയമായ ദിനമായി മാറിയിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ 75 വർഷക്കാലം പിന്നിട്ട നമ്മുടെ ഈ വിദ്യാലയത്തിലെ പിന്നിട്ട കാലങ്ങളിലെ മധുരതരമായ ഓർമ്മകളിലേക്കും വിഷമകരമായ സാഹചര്യങ്ങളിലേക്കുമെല്ലാം വിരൽ ചൂണ്ടിക്കൊണ്ട്
ഏറെ അർത്ഥപൂർണമായി സംഘടിപ്പിക്കുവാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വ്യത്യസ്തങ്ങളായ പരിപാടികൾ. രാവിലെ നടന്ന ഗുരുവന്ദനം ഏറെ വൈകാരികമായിരുന്നു. അതിനുശേഷമുള്ള കലാപരിപാടികളും ഉച്ചയ്ക്കുള്ള സ്നേഹവിരുന്നും വൈകുന്നേരത്തെ ഈ സമാപന സമ്മേളനവും മാത്രമല്ല, നമ്മുടെ സ്കൂളിൻ്റെയും ഈ നാടിൻ്റെ തന്നെയും ചരിത്രത്തെ മാറ്റിമറിച്ച ഒട്ടേറെ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത ചിത്രപ്രദർശനം ഈ വേദിക്ക് സമീപമായി സംഘടിപ്പിച്ചു. തീർച്ചയായും ഇതെല്ലാം നമ്മുടെ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന, ഈ നാടിനെ സ്നേഹിക്കുന്ന, നമ്മുടെ ഈ വിദ്യാലയം വീണ്ടും വീണ്ടും ഉന്നതികളിലേക്ക് ഉയരണമെന്നാഗ്രഹിക്കുന്ന ഒരു പറ്റം സുമനസ്സുകളുടെ പ്രവർത്തന ഫലമാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഈ ആഘോഷ പരിപാടികളിലൂടെ നമ്മുടെ സ്കൂളിൻ്റെ ആവശ്യകതകൾ കൂടി സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുവാൻ ഇതിൻ്റെ സംഘാടകർക്കും ക്ഷണിതാക്കളായി ഇവിടെ എത്തിച്ചേർന്നവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും അത് വരും കാലങ്ങളിലെ നമ്മുടെ ഈ സ്കൂളിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇതിൻ്റെ ഉന്നമനം കാക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലെ സുമനസ്സുകളുമെല്ലാം ഇത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പുരോഗതി സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. തീർച്ചയായും ഈ ആഘോഷം നമ്മുടെ സ്കൂളിൻ്റെ പ്രൗഢിക്കിണങ്ങുന്ന രൂപത്തിൽ, ഹൈറേഞ്ചിനെ ആകെ അറിയിക്കുന്ന രൂപത്തിൽ മാറ്റി തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ഈ പരിപാടികളിലൂടെ വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകാൻ ഇതിൻ്റെ സംഘാടകർക്കായി. ഈ പരിപാടി തീർച്ചയായും മുൻ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറെ അഭിമാനം നൽകുന്നതാണ്. ഇതിൻ്റെ സംഘാടകർക്ക് തീർച്ചയായും ഇതിൻ്റെ വിജയത്തിൽ അഭിമാനിക്കാം. ഈ വിജയത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ ഇതിൻ്റെ പങ്കാളികളാക്കി തീർക്കുവാൻ തീരുമാനിച്ച സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി. കണ്ണാ
താങ്ക് യു. അടിമാലി ഗവൺമെൻറ് സ്കൂളിലെ 87-88 ബാച്ചിലെ വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാവരും കൂടി 10 മണിപ്പൂക്കൾ എന്നൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉപയോഗിക്കുകയും അത് വളരെ ഭംഗിയായിട്ട് റീയൂണിയനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പല മേഖലകളിൽ ഇടപെട്ട് ചില സഹായങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ഞങ്ങൾ നല്ലൊരു 10 മണിപ്പൂക്കൾ എന്നൊരു ചാരിറ്റബിൾ സൊസൈറ്റിയായിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ട കൂടുതൽ നന്മ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പെട്ടിമുടി ട്രൈബൽ സ്കൂളിൽ വെച്ച് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ആ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി മേലിലും 10 മണിപ്പൂക്കൾ എന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കൂടി രൂപപ്പെടുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വഴി നമ്മുടെ സമൂഹത്തിന് വേണ്ട കൂടുതൽ നന്മകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസവും അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിനോടൊപ്പം തന്നെ പങ്കുകൊള്ളുവാൻ എനിക്കും കഴിയുന്നുണ്ട്. ഈ കൂട്ടായ്മ രൂപീകരിക്കാൻ അതിനൊരു കാരണക്കാരൻ ഞാൻ ആവുകയും ചെയ്തു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷം എനിക്ക് ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മറ്റുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.